ഹായ് സുഹൃത്തുക്കളെ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഒരുപാട് പേര് കാത്തിരിക്കുന്ന അവരുടെ സ്വപ്ന ജോലിയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്നുള്ളത്. കേരള ഹൈക്കോടതി, എൻ്റെ പിറകിൽ കാണുന്ന ഈ ചിത്രം പോലെ ഹൈക്കോർട്ട് ഓഫ് കേരള ഹൈക്കോടതിയിൽ ഒരു ഉന്നതമായ ഒരു ക്ലറിക്കൽ ജോലിയാണ് ഈ പറഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു സാലറി സ്കെയിലിൽ പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉള്ള ഒരു മികച്ച പോസ്റ്റ് തന്നെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത്തവണത്തെ ഇനി വരാനിരിക്കുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പോസ്റ്റ്, എങ്ങനെയാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്, പരീക്ഷയുടെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ്, എക്സാം പാറ്റേൺ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ക്ലാസ്സുകളുമായിട്ട് I+ എത്തുകയാണ്. I+ന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറുകളിലൊന്ന് വിളിക്കുക, അല്ലെങ്കിൽ ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. കൃത്യമായിട്ട് I+ന്റെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകൾ, അതും എന്താണോ ഈ സിലബസിൽ വേണ്ടത്, നമ്മൾ നോർമൽ യൂഷ്വൽ PSCക്ക് പഠിക്കുന്നതിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതേ രീതിയിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരെ അണിനിരത്തി തന്നെയാണ് I+ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് സ്വാഗതം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ഒരു നമ്പറിൽ വിളിക്കുക. ഓക്കെ, അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് സ്കെയിൽ ഓഫ് പേ ആണ്. 39,300 മുതൽ 83,000 വരെയുള്ള ഏറ്റവും മികച്ച ഒരു സ്കെയിൽ ഓഫ് പേ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 39,300 മുതൽ 83,000 വരെയുള്ളത്. റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി 2 വർഷമാണ്. PSCയുടെ റാങ്ക് ലിസ്റ്റ് എത്രയാണ്? 3 വർഷമാണ് വാലിഡിറ്റി ഉണ്ടാവുക. ഇവിടെ 2 വർഷമാണ് വാലിഡിറ്റി ഉണ്ടാവുക. ഏജ് ലിമിറ്റ് 36 വയസ്സാണ് ഇതിന്റെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 18 മുതൽ 36 വയസ്സ് വരെ. ഇത് ജനറൽ കാറ്റഗറിക്കാണ്. OBC ആണെങ്കിൽ അല്ലെങ്കിൽ SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ? ഇതുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ എന്താണ്? ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക്. അതായത് ഏത് ഡിഗ്രി ഉള്ളവർക്കും, നിങ്ങൾ ടെക്നിക്കലോ സയൻസോ അല്ലെങ്കിൽ ആർട്സ് ഏത് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 50% മാർക്ക് ഉണ്ടാവണം അഗ്രിഗേറ്റ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി, അതിന് മിനിമം റിക്വയർമെന്റ് ഒന്നും പറയുന്നില്ല, മാർക്കിൻ്റെത്, അല്ലെങ്കിൽ ലോ ഡിഗ്രി ഉണ്ടെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക്. അപ്പോൾ LLB ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ MA ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ MSc ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഡിസൈറബിൾ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് നോളജ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ്. അപ്പോൾ ഇത് ഡിസൈറബിൾ എന്നാണ്. ഇത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇപ്പൊ നോളജ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ്, MS ഓഫീസ് ഒക്കെ അതിന്റെ നോളജ് എന്നേ പറയുന്നുള്ളൂ, അല്ലാതെ ഇതിന്റെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വേണമെന്നോ മറ്റോ ഒന്നും നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല. അപ്പൊ അതൊരു ഡിസൈറബിൾ ഒരു ക്വാളിഫിക്കേഷൻ എന്നുള്ള രീതിയിലേ ഉള്ളൂ. ബേസിക് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏത് ഡിഗ്രി ഉള്ള ആളുകൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി എക്സാം പാറ്റേൺ നേരത്തെ പറഞ്ഞതുപോലെ PSCയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് നമ്മുടെ ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? MCQs. ഈ MCQ നമ്മൾ OMR ഷീറ്റിലാണ് എഴുതേണ്ടത്. നമ്മുടെ PSC എക്സാം ഒക്കെ എഴുതുന്ന പോലെ OMR ഷീറ്റിലാണ്. 100 മാർക്കിന്റെ പരീക്ഷയാണ് എന്തെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് OMR ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം OMR ടെസ്റ്റ് കഴിഞ്ഞ ശേഷം എന്തുണ്ട്? ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം ഉണ്ട്. അത് എത്ര മാർക്കിനാണ്? അത് 60 മാർക്കിനാണ് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് 2 പാസ്സാവുന്നവരെ സംബന്ധിച്ച് എന്തും കൂടെ ഉണ്ട്? ഇന്റർവ്യൂവും കൂടെ ഉണ്ട്. അതിന് 10 മാർക്കാണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒബ്ജക്റ്റീവ് പാസ്സാവുന്നവർക്ക് പിന്നീട് ഡിസ്ക്രിപ്റ്റീവ്, അത് പാസ്സാവുന്നവർക്ക് പിന്നീട് ഇന്റർവ്യൂ, അങ്ങനെയല്ല. ഈ ഒബ്ജക്റ്റീവ് പ്ലസ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ഇത് ഒറ്റ പരീക്ഷയായിട്ടാണ്. നിങ്ങളുടെ പരീക്ഷ എന്നാണോ നടക്കുന്നത് ആ പരീക്ഷയോടൊപ്പം ഇത് രണ്ടും നടക്കും. അതായത് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന എല്ലാവരും തന്നെ, അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന എല്ലാവരും തന്നെ OMRലുള്ള ഒബ്ജക്റ്റീവ് ടെസ്റ്റും എഴുതണം. അത് കഴിഞ്ഞിട്ട് അതേ പരീക്ഷയോടൊപ്പം ചേർന്ന് വരുന്ന അതേ സെഷനിൽ തന്നെ വരുന്ന ഡിസ്ക്രിപ്റ്റീവും എഴുതണം. അതായത് OMR എഴുതണം, ഡിസ്ക്രിപ്റ്റീവ് എഴുതണം. അപ്പോൾ പരീക്ഷ എഴുതുന്ന ആളുകൾ ഇത് രണ്ടും എഴുതേണ്ടതായിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, പരീക്ഷ എഴുതുന്നവർ ഇത് രണ്ടും എഴുതണമെങ്കിലും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആദ്യം OMR ഇവാലുവേറ്റ് ചെയ്യും. അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. അതിന്റെ കട്ട് ഓഫ് കടന്നവരുടെ ഡിസ്ക്രിപ്റ്റീവ് ഷീറ്റ് മാത്രമേ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ പരീക്ഷ എഴുതുമ്പം രണ്ടും എഴുതണം. പക്ഷേ നിങ്ങളുടെ ഈ ഡിസ്ക്രിപ്റ്റീവ് ഇവാലുവേറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം നിങ്ങൾ എന്ത് കടക്കണം? ഒബ്ജക്റ്റീവ് ടൈപ്പിന്റെ കട്ട് ഓഫ് കടന്നെങ്കിൽ മാത്രമേ ഡിസ്ക്രിപ്റ്റീവിന്റെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ അതൊക്കെ വിട്ടുകളാം, ഇവാലുവേഷൻ ഒക്കെ വിട്ടുകളയാം. പഠിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒബ്ജക്റ്റീവ് എഴുതാനും പഠിക്കണം, ഡിസ്ക്രിപ്റ്റീവ് എഴുതാനും പഠിക്കണം. അല്ലെ, അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ PSC ഒക്കെ പഠിക്കുന്ന കുറെ പേരെങ്കിലും ഒന്ന് ഡിസ്കറേജ്ഡ് ആവും. പലരും ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഇതുവരെ ഡിസ്ക്രിപ്റ്റീവ് എഴുതിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല.
ഡിസ്ക്രിപ്റ്റീവും കറക്റ്റായിട്ട് നമ്മുടെ മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്, സിലബസ് ഉണ്ട്, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിലുള്ളത്. ഇപ്പോൾ പ്രൈസി റൈറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് ടാക്കിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് നെഗറ്റീവ് മാർക്കില്ല, ഒബ്ജക്റ്റീവിന് നെഗറ്റീവ് മാർക്കുണ്ട്. അപ്പോൾ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ആകെ 170 മാർക്കിലാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 170 ഇപ്പൊ റീസെന്റ് PSCയുടെ ഒക്കെ പരീക്ഷ നോക്കുകയാണെങ്കിൽ 100 മാർക്കിന്റെ പരീക്ഷ ആണെങ്കിൽ ഒരു 80-90 ഒക്കെ വരും ടോപ്പ് മാർക്ക്. പക്ഷെ കഴിഞ്ഞ തവണ ഇതിന്റെ ടോപ്പ് മാർക്ക് 106 അല്ലെങ്കിൽ 110 താഴെയായിരുന്നു ടോപ്പ് മാർക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടായിരിക്കണം. എല്ലാം വാരി വലിച്ച് എല്ലാ ഭാഗത്തു നിന്നും പഠിച്ചെടുത്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് നല്ല മാർക്ക് കിട്ടണം എന്നില്ല. അതിന്റെ ഉദാഹരണം കഴിഞ്ഞ തവണത്തെ പരീക്ഷ തന്നെയാണ്. ഒരു 110 മാർക്ക് അടുപ്പിച്ചാണ് അതിന്റെ ടോപ്പ് മാർക്ക് വന്നിട്ടുള്ളത്. 160 അല്ലെങ്കിൽ 170 മാർക്കാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഓരോന്നിന്റെ ഒബ്ജക്റ്റീവിന്റെ കാര്യം നോക്കാം. 100 മാർക്കിന്റെ പരീക്ഷയാണ്. OMR ആൻസർ ഷീറ്റിലാണ് എഴുതുന്നത്. ഡ്യൂറേഷൻ എത്രയാണ്? 75 മിനിറ്റ്, അതായത് 1.25 മണിക്കൂറാണ് ഈ 100 മാർക്കിന്റെ പരീക്ഷയുടെ ഡ്യൂറേഷൻ. 1 മാർക്കാണ് നമ്മുടെ നല്ല ശരി ഉത്തരത്തിന്. നെഗറ്റീവ് മാർക്ക് 1/4, അതായത് 0.25 ആണ് നെഗറ്റീവ് മാർക്ക് എന്ന് കൂടെ ശ്രദ്ധിക്കുക. കഴിഞ്ഞ തവണ നടന്ന പരീക്ഷയുടെ ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത് 68 മാർക്കായിരുന്നു. അതായത് 100-ൽ 68 ആയിരുന്നു ഇതിന്റെ ടോപ്പ് മാർക്ക്, കട്ട് ഓഫ് അല്ല, ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം ഇതിന്റെ സിലബസ്, ഒബ്ജക്റ്റീവിന്റെ സിലബസ് എന്തൊക്കെയാണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 50 മാർക്കിന് ഇവിടെ എന്തുണ്ട്? ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്. ജനറൽ ഇംഗ്ലീഷ് 50 മാർക്കുണ്ട്. അപ്പൊ ഏറ്റവും ഈ 100 മാർക്കിൽ നേർപകുതി എന്ത് തന്നെയാണ്? ഇംഗ്ലീഷാണ്. അപ്പൊ ഇംഗ്ലീഷിനാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്. ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ട് പഠിക്കേണ്ടത് ഇത് തന്നെയാണ്, ഇംഗ്ലീഷ് തന്നെയാണ്. പിന്നീട് GK ആണ് ഇതിനകത്ത് വരുന്നത്. GKക്ക് എത്ര മാർക്കുണ്ട്? 40 മാർക്കിന്റെ GK ആണ് നമ്മളിവിടെ വരുന്നത്. ഈ GK എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ PSCക്കൊക്കെ പഠിക്കുന്ന ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഫാക്ട്സ് അബൌട്ട് കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം, ജനറൽ സയൻസ് പഠിക്കണം, IT പഠിക്കണം, കറണ്ട് അഫയേഴ്സ് പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് GKയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പിന്നീട് 10 മാർക്കിനാണ് എന്തുള്ളത്? മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ്. അത് 10 മാർക്കിനേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് 100 മാർക്കിനുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അവിടെ വരുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി എക്സാം പാറ്റേൺ ഫോർ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എത്ര മാർക്കിനാണ് നടക്കുന്നത്? 60 മാർക്കിനാണ് നടക്കുന്നത്. അത് നമ്മുടെ OMR കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആൻസർ ഷീറ്റ് തരും, അതിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിന്റെ എപ്പോഴും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പരീക്ഷ എങ്ങനെ എഴുതണം എന്ന് പഠിക്കുക എന്നുള്ളതിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മൾ പോയിന്റ് വൈസ് ആയിട്ട് കറക്റ്റ് ടു ദ പോയിന്റ് ആൻസർ എഴുതാനായിട്ട് സാധിക്കണം. അതും അത്യാവശ്യം ലെജിബിൾ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കണം. കൃത്യമായിട്ട് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ കണ്ടാൽ പോയിന്റ് അല്ലെങ്കിൽ മാർക്ക് തരാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. വെറുതെ വാരി വലിച്ച് നമ്മൾ പണ്ടൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് എഴുതുന്ന പോലെ ഒന്നും എഴുതിയിട്ട് കാര്യമില്ല. വളരെ സിസ്റ്റമാറ്റിക്, വളരെ കൃത്യമായിട്ട് എന്താണോ അവരുടെ ചോദ്യത്തിൽ ഉദ്ദേശിച്ചത് അതിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പോയിന്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ എഴുതണം എന്നുള്ളതാണ്. എന്താണ് 60 മിനിറ്റ്, അതായത് 1 മണിക്കൂറിന്റെ പരീക്ഷയാണ്. 60 മാർക്കാണ്. പ്രൈസി, കോംപ്രിഹെൻഷൻ ആൻഡ് ഷോർട്ട് എസ്സേസ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇംഗ്ലീഷുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. കഴിഞ്ഞ തവണത്തെ ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത് 40 ആയിരുന്നു. 60-ൽ 40 മാർക്കാണ് ടോപ്പ് മാർക്ക്. ഈ ഡിസ്ക്രിപ്റ്റീവിന്റെ ടോപ്പ് മാർക്കാണ് 40 മാർക്ക് എന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. ഇന്റർവ്യൂവിന് 10 മാർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇന്റർവ്യൂ പ്രിപ്പറേഷനൊക്കെ I+ വളരെ ഫ്രീ ആയിട്ട് തരുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ പാക്കേജിനൊപ്പം ഇൻക്ലൂഡഡ് ആണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. അതുകൂടാതെ ഡിസ്ക്രിപ്റ്റീവിന്റെ നിങ്ങളുടെ പേപ്പർ ഇവാലുവേഷനും ഒക്കെ നമ്മുടെ ഈ ഒരു നമ്മുടെ കോഴ്സിന്റെ ഭാഗമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് വഴി നമ്മുടെ ആ നമ്പറിൽ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇനി ഇതിന്റെ കഴിഞ്ഞ തവണത്തെ നമ്മുടെ നോട്ടിഫിക്കേഷന്റെ കാര്യം ഒന്ന് നോക്കാം. കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ വന്നതെന്ന് ചോദിച്ചാൽ 2024 മാർച്ച് മാസത്തിലാണ് കഴിഞ്ഞ തവണത്തെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അതായത് 2 വർഷം മുമ്പത്തെ കാര്യമാണ്. അന്ന് 41 വേക്കൻസി എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത്. പക്ഷെ അതിനേക്കാളും ഒക്കെ ഒരുപാട് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി എക്സാം നടന്നത് എന്നാണ്? 2024 ഒക്ടോബർ 27. അതായത് ഒരു 7-8 മാസം, ഒരു 8 മന്ത്സ് അല്ലെങ്കിൽ 7 മന്ത്സ് എന്ന് നമുക്ക് കൂട്ടാം. 7 മാസമാണ് നോട്ടിഫിക്കേഷൻ വന്ന ശേഷം നമുക്ക് കിട്ടാൻ പോകുന്ന സമയം. ഇത്തവണ ചിലപ്പോൾ ഒരു 6 മാസമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. നോട്ടിഫിക്കേഷൻ അടുത്ത് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇത്തവണത്തെ. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം പഠിച്ചു തുടങ്ങാം എന്നൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 7 മാസം കൊണ്ട് ഈ ഒബ്ജക്റ്റീവ് പഠിക്കാനുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് എഴുതുന്ന രീതി പഠിക്കാനുണ്ട്, ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി പഠിക്കാനുണ്ട്. ഇതൊക്കെ ചെയ്ത് തീർക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് പേര് ഇതിനു വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്, അത് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് ഒക്ടോബറിൽ 2024 ഒക്ടോബർ പരീക്ഷ നടന്നിട്ട് ഷോർട്ട് ലിസ്റ്റ് ഡിസംബർ 2024 വന്നു.
ഫൈനൽ റാങ്ക് ലിസ്റ്റ് 2025 ഏപ്രിൽ, കഴിഞ്ഞ വർഷം ഏപ്രിലാണ് വന്നത്. അതായത് 2027 ഏപ്രിൽ വരെ എന്തിന് വാലിഡിറ്റി ഉണ്ട്? നമ്മുടെ ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്. അപ്പൊ ആ സമയത്തേക്ക് എന്ത് വരണം? പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഉടനെ നോട്ടിഫിക്കേഷൻ വരും, പരീക്ഷ നടക്കും, അത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റും അടുത്ത വർഷം പകുതിയോടുകൂടി വരും എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കട്ട് ഓഫ് OMR ടെസ്റ്റിന്റെ കട്ട് ഓഫ് 48.5 മാർക്ക് ആയിരുന്നു എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ തവണത്തെ എക്സാമുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും ഡീറ്റെയിൽസ്, ഏറ്റവും എന്തൊക്കെയാണോ നമ്മൾ അറിയേണ്ടത്, എസെൻഷ്യൽ ആയിട്ട് എന്തൊക്കെയാണോ അറിയേണ്ടത്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു തീരുമാനമെടുക്കുക, ഇതിനുവേണ്ടി പഠിക്കാനായിട്ടുള്ളൊരു തീരുമാനമെടുക്കുക. കാരണം ഏറ്റവും നല്ലൊരു പോസ്റ്റ് തന്നെയാണ് കേരള ഹൈക്കോടതിയിൽ ഒരു അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് പോകുക എന്നുള്ളത്. നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. അവിടുന്ന് ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളും ഒക്കെ ഇതിന്റെ ഭാഗമാണ്. കറക്റ്റായിട്ട് റിക്രൂട്ട്മെന്റ് നടക്കുകയും അധിക താമസമൊന്നും ഇല്ലാതെ അഡ്വൈസ് കിട്ടുകയൊക്കെ ചെയ്യും. നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഉദ്യോഗാർത്ഥികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടിയിട്ടും ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടും ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾ സ്ട്രാറ്റജിക് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനൊരു കോച്ചിങ് സ്ഥാപനത്തിന് സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും I+ന്റെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്കായിട്ട് ഉണ്ട്. തൊട്ട് മുന്നേ നടന്ന HST പരീക്ഷകളിലൊക്കെ 1ാം റാങ്ക് ഉൾപ്പെടെ നേടി അതേ നിലവാരമുള്ള ക്ലാസ്സുകൾ നമ്മുടെ സ്പെഷ്യൽ ഫാക്കൽറ്റി ടീമിനെ അണിനിരത്തിയാണ് നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.